ഒരിക്കൽ കൂടി ക്രിസ്തേഷ്യൻ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഈ ഹോപ്പ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2 നിയമങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുസന്നിധിയിലായിരിക്കാൻ ഒരവസരം കൂടി തന്നിരിക്കാൻ നന്ദിയുടെ സ്തോത്രം. അവിടുത്തെ തിരുവചനത്തിൻ്റെ അടികൾ ധ്യാനിക്കുമ്പോൾ അതങ്ങനെ തന്നെയോ എന്ന് ഓരോ ക്രിസ്ത്യാനികളെ പോലെ പരിശോധിപ്പാനും അതിന് പ്രകാരം ജീവിപ്പാനും ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ. എൻ്റെ ശബ്ദപരിധിയിലുള്ള എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കുന്നു. അവരുടേതായ ആവശ്യങ്ങൾ എന്താണെന്ന് ദൈവം അറിയുന്നു. അവിടത്തേക്ക് മറവായതായ ഒരു കാര്യവുമില്ലല്ലോ. അതേ ഭൗമിക ജീവിതത്തിലെ കർഷകരും പ്രയാസങ്ങളിൽ വിടുതൽ തരണമേ. തിരുവചനം പരിശോധിച്ചുകൊണ്ട് അതിന് പ്രകാരം ജീവിപ്പാനും കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇതുവരെയും അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദിയുടെ സ്തോത്രം. സകല യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് തിരുവചനത്തിൽ നിന്ന് 2 നിയമങ്ങളെക്കുറിച്ച് പഠിപ്പാൻ തക്കവണ്ണമാണ് നാം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഞാൻ ഇതുവരെയായിട്ട് 10 കൽപ്പനകളെക്കുറിച്ച് നിങ്ങളോട് പ്രസംഗിക്കുകയുണ്ടായി. ഈ 10 കൽപ്പനകളെക്കുറിച്ച് പറയുമ്പോൾ അത് സാൻമാർഗീയ നിയമങ്ങൾ എന്നാണ് പറയുന്നത്. കാരണം മനുഷ്യൻ്റെ സാൻമാർഗികതയ്ക്ക് വേണ്ടി, അതായത് മോറൽ ജീവിതത്തിന് വേണ്ടി നൽകിയതാണ്. എന്നാൽ ഈ ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ അത് മാറ്റമില്ലാത്തതാണ്. അത് ദൈവം എൻ്റെ മോശയിലൂടെ കൊടുത്തതാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതേ, ആ കൽപ്പനകളെല്ലാം സ്നേഹത്തിൻ്റെ നിറവിടം അല്ലെങ്കിൽ നിറവേറലാണ് എന്നിങ്ങനെയൊക്കെയും ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. എന്നാൽ ഈ തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ അവിടെ അനേക തരത്തിലുള്ളതായ നിയമങ്ങൾ ഉള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുമ്പോൾ ആദ്യത്തെ 5 പുസ്തകങ്ങളെയും പെന്റട്യൂച്ച് അല്ലെങ്കിൽ നിയമങ്ങളെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബൈബിള് പുതിയ നിയമമെന്നും പഴയ നിയമമെന്നും 2 വ്യവസ്ഥയിൽ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആദ്യ 5 പുസ്തകങ്ങളിൽ പരിശോധിക്കുമ്പോൾ അവിടെ നാം ഈ സാൻമാർഗിക ന്യായപ്രമാണം കൂടാതെ, അതായത് 10 കൽപ്പന കൂടാതെ വേറെ ചില നിയമങ്ങളൊക്കെയും ഉള്ളതായിട്ട് കാണുവാൻ കൊണ്ട് സാധിക്കുന്നതാണ്. അതിൽ ഒന്നാമതായിട്ട്, അതായത് ദേശീയമായ നിയമങ്ങൾ അല്ലെങ്കിൽ നാഷണൽ ലോസ്. ഈ നിയമങ്ങളൊക്കെയും അവിടുത്തെ സർക്കാരിനെ അല്ലെ ഭരണകൂടത്തെ കുറിക്കുന്നതായിരുന്നു. അത് പൊതുവായുള്ളതായ നിയമങ്ങളാണ്. അതിനെക്കുറിച്ചും മോശ ചില അനേക കാര്യങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായ കാര്യത്തെക്കുറിച്ച്, അതായത് ഹെൽത്ത് ലോസ്, ആരോഗ്യ നിയമങ്ങൾ ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ശരീര വിശുദ്ധിക്കും അതുപോലെ സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയുള്ളതായ കാര്യങ്ങളൊക്കെയാണ്. അത് വ്യക്തികൾക്കുമുണ്ട്, സമൂഹത്തിനുമുണ്ട്. അതൊക്കെയും അത് ആരോഗ്യ നിയമങ്ങളായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കൊണ്ട് സാധിക്കും. ആയതുപോലെ തന്നെ അവിടുത്തെ ആചാരപരമായ അല്ലെങ്കിൽ സെറിമോണിയൽ ലോസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയുമ്പോൾ അവർ നടക്കുന്ന യാഗത്തെക്കുറിച്ചും അതുപോലെ അതിനുള്ളതായ നടപടികളെക്കുറിച്ചും അതുപോലെ മതപരമായിട്ടുള്ളതായ ആചാരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതൊക്കെയും ചൂണ്ടിക്കാണിപ്പിക്കുന്നത്. അതിന് പറയുന്നത് സെറിമോണിയൽ ലോസ് എന്നാണ്. എന്നാൽ ഈ 10 കൽപ്പനയും അത് വളരെ 10 ആണെങ്കിലും അതിൽ അനവധിയായിട്ട്, അതായത് ദൈവസ്നേഹവും മനുഷ്യരുള്ളതായ സ്നേഹവും അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതിനെക്കുറിച്ച് ഒരു ഉദ്ധരണി പറയുന്നത് 10 precepts, brief, comprehensive and authoritative, cover the duty of man to God and to his fellow man, and all based upon the great fundamental principles of love. അതെ, ഇത് വളരെ ചെറുതാണ്, അതുപോലെ തന്നെ വളരെ ഉള്ളടങ്ങിയിട്ടുള്ളതാണ്, ആധികാരികമാണ്. അത് ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ഉൾക്കൊള്ളുന്നതാണ്. ഇതെല്ലാം ദൈവസ്നേഹത്തിൽ നിലനിർത്തിക്കൊണ്ടേ ആയിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അതെ, ഇന്ന് നമുക്ക് ചിന്തിപ്പാനുള്ളത്, അതായത് 10 കൽപ്പനകളെക്കുറിച്ച് ഞാൻ ഇതുവരെയും പറഞ്ഞു വന്നു. അത് മനുഷ്യ ജീവിതത്തിന്, അവരുടെ കെട്ടുറപ്പിന് അത് ഇതൊക്കെയും ആവശ്യമാണ്. ആയതുപോലെ തന്നെ ഈ സെറിമോണിയൽ ലോസ് അല്ലെങ്കിൽ ആചാരപരമായ ഈ നിയമങ്ങളൊക്കെയും ഉണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത്, സെറിമോണിയൽ ലോസ് വാസ് മെയ്ഡ് അപ്പ് ഓഫ് സിംബൽസ് പോയിൻറ്റിങ് ടു ക്രൈസ്റ്റ്. യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നതായ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ആചാരങ്ങളായിരുന്നു. ഈ ആചാരപരമായതായ കൽപ്പനകളിൽ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതെ, അത് സമൂഹത്തിൻ്റെ നടത്തിപ്പിന് അവരുടെ ഓരോ യാഗകാര്യങ്ങളുടെയും അതുപോലെ തന്നെ ഇതെല്ലാം എന്തിനെ കുറിക്കുന്നതാണ്? യേശു ക്രിസ്തുവിനെ കുറിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഒരു ഉദ്ധരണി പറയുന്നത്, ദിസ് റിച്വൽ വിത്ത് ഇസ് സാക്രിഫൈസ് ആൻഡ് ഓർഡിനൻസസ് വാസ് ടു ബി പെർഫോംഡ് ബൈ ദ ഹീബ്രൂസ് until the type met the antitype.
in the death of Christ, the Lamb of God, which taketh away the sin of the world, then all the sacrificial offerings were to cease. അതായത് യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി ഈ യാഗപരമായ എല്ലാ നിയമങ്ങളും എന്നേക്കുമായിട്ട് നിർത്തലാക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. എബ്രായ ലേഖനത്തിൽ 9:9-10 പറയുന്നത്, ഈ കൂടാരം ഈ കാലത്തേക്കൊരു സദൃശ്യം അത്രേ, അതിനൊത്തവണ്ണം ആരാധനക്കാരൻ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടി ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ യാഗത്തോടുകൂടി, മരണത്തോടുകൂടി ഇതിനെല്ലാം നീക്കം വന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് പറയുമ്പോൾ അതായത് ഒരു താരതമ്യ പഠനം നടത്തുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ദൈവത്തിൻ്റെ നിയമം, മറ്റൊന്ന് മോശയുടെ നിയമം എന്ന് പറയുകയാണ്. കാരണം ഒന്ന് സാൻമാർഗിക നിയമമാണ്, മറ്റ് മോശ എഴുതപ്പെട്ട നിയമമാണ്, അല്ലെങ്കിൽ മോശയോട് ദൈവം കൽപ്പിച്ച് എഴുതിയതാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് സാൻമാർഗിക നിയമം എപ്രകാരമുള്ളതാണ് എന്ന് പറയുന്നത്, അത് ദൈവത്തിൻ്റെ കൈകൊണ്ട് എഴുതപ്പെട്ടതാണ് എന്ന് പുറപ്പാട് പുസ്തകം 32:16 ഞാൻ വായിക്കുന്നു. പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു. എന്നാൽ അത് ആവർത്തന പുസ്തകം 31:9 ഞാൻ വായിക്കുന്നത് എന്താണ്, അനന്തരം മോശ ഈ ന്യായപ്രമാണം എഴുതി യഹോവയുടെ നിയമപ്പെട്ടവൻ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും ഇസ്രായേലിൻ്റെ എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ച് മോശ അവരോട് കൽപ്പിച്ചത് എന്താണ്? അത് മോശ തൻ്റെ കൈകൊണ്ട് എഴുതി എന്ന് നമുക്കിവിടെ വായിപ്പാനൊക്കെ സാധിക്കും. ഒന്ന് ദൈവം എഴുതിയാണ്, മറ്റൊന്ന് മോശ എഴുതിയാണ്. ഒന്ന് ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് കൽപ്പലയിൽ എഴുതിയതാണ്, മറ്റത് പുസ്തകത്തിൽ എഴുതിയതാണ്. വീണ്ടും നാം വായിക്കുമ്പോൾ അതായത് ഞാൻ പറഞ്ഞുവല്ലോ, അത് കൽപ്പലകയിൽ എഴുതി, മറ്റത് ബുക്കിൽ എഴുതി. അതേ വീണ്ടും നാം പുറപ്പാട് പുസ്തകം 31:18 ഞാൻ വായിക്കുന്നു, അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകളായ സാക്ഷി പലക രണ്ടും അവൻ്റെ പക്കൽ കൊടുത്തു. അതെ വീണ്ടും വായിക്കുന്ന, യഹോവ അവനെ മോശയോട് കൽപ്പിച്ചെന്നാൽ മുമ്പിലത്തെ, അതായത് ആദ്യത്തെ കൽപ്പലക പൊട്ടിച്ച് കളവാൻ തക്കവണ്ണം ഇടയായിപ്പോയി. എന്നാൽ അതിനുശേഷം മോശയോട് കൽപ്പിച്ചതിനെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകം 34:1 ഞാൻ വായിക്കുന്ന, യഹോവ അവനെ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ മുമ്പിലത്തെ പോലെ രണ്ട് കൽപ്പലക ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ച് കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ എഴുതിയിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. അപ്പോൾ അത് ആരുടെ എഴുത്താണ്? ദൈവത്തിൻ്റെ എഴുതാണ്. ദൈവം തന്നെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതിയാണ്. എന്നാൽ ആവർത്തന പുസ്തകത്തിൽ 31 നാം വായിച്ചെന്താണ്, മോശ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിലാണ് എഴുതിയത്. അപ്പോൾ ഇത് രണ്ടും അവിടെ വ്യത്യാസമുണ്ട്. പിന്നെ ദൈവം എഴുതി, മോശ എഴുതി. അതെ, ഇതൊക്കെയും ആ വ്യത്യാസം, അതായത് സാൻമാർഗിക നിയമമായ 10 കൽപ്പനയും അതുപോലെ സെറിമോണിയൽ ലോസ് അല്ലെങ്കിൽ ആചാരപരമായ കൽപ്പനകളും എഴുതിയത് ഈ രണ്ട് തരത്തിലാണ്. ഒന്ന് ദൈവം എഴുതി, മറ്റത് മോശ എഴുതി. അതെ വീണ്ടും ആവർത്തന പുസ്തകം 5:22 ഞാൻ വായിക്കുന്നത്, ഈ വചനങ്ങൾ യഹോവ പർവ്വതത്തിൽ തീ, മേഘം, അന്ധകാരം എന്നിവയുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ സർവ്വസഭയോടും അത്യുച്ചത്തിൽ അരുളി ചെയ്തു. ഇതിനപ്പുറം ഒന്നും കൽപ്പിച്ചില്ല. അവ 2 കൽപ്പലയിൽ എഴുതി എൻ്റെ പക്കൽ തന്നു. അപ്പോൾ ഈ 10 കൽപ്പനയും, അതായത് യഹോവ പർവ്വതത്തിൽ നിന്ന് തീയുടെ നടുവിൽ നിന്നും അരുളി ചെയ്ത 10 കൽപ്പനയും യഹോവ മുമ്പിലത്തെ എഴുത്ത് പലകകളിൽ എഴുതി എന്ന് പറയുന്നത്, അതായത് ദൈവത്തിൻ്റെ എഴുത്താണ്. അതിനെക്കുറിച്ച് ഇനി മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി. അനന്തരം മോശ ഈ ന്യായപ്രമാണം എഴുതി. അതായത് ദൈവം എഴുതി, മോശ എഴുതി എന്നുള്ള വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കും. ആയതുപോലെ തന്നെ അത് എപ്രകാരം സൂക്ഷിച്ചുവെന്നും നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 10:4-5 വാക്യം വായിക്കുന്നത്, അനന്തരം ഞാൻ തിരിഞ്ഞു പർവ്വതത്തിലിറങ്ങി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പെട്ടകത്തിൽ പലക വെച്ചു, യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അവ അവിടെ തന്നെ ഉണ്ട്. എവിടെയാണ് ദൈവത്തിൻ്റെ 10 കൽപ്പന? അത് പെട്ടകത്തിനകത്ത് വെച്ചു. എന്നാൽ ആവർത്തന പുസ്തകം 31 നാം വായിക്കുന്നത്, ഈ ന്യായപ്രമാണ പുസ്തകം എടുത്തു നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടതിന് അരികെ വെക്കുക, അവിടെ അത് നിൻ്റെ നേരെ സാക്ഷിയായിരിക്കും. അപ്പോൾ ഒന്ന് വെച്ചത് ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ, അതായത് അതിപരിശുദ്ധ സ്ഥലത്തുള്ളതായ പെട്ടകത്തിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് അതിന് നിയമപ്പെട്ടകം എന്ന് പറയുന്നത്. എന്നാൽ മോശ എഴുതിയതായ പുസ്തകം അതേ ചുരുള് എവിടെ വെച്ചു? അത് ഈ നിയമപ്പെട്ടകത്തിൻ്റെ സൈഡിലായിട്ട് വശത്ത്, അല്ലെങ്കിൽ നിയമപ്പെട്ടതിന് അരികെ വെക്കുവാൻ്റെ കൊണ്ടമാണ് പറയുന്നത്. അത് നിൻ്റെ നേരെ സാക്ഷിയായിത്തീരും.
അപ്പോൾ അത് തന്നെയല്ല, ഇത് ദൈവത്തിൻ്റെ 10 കൽപ്പന എന്താണ്? അതിനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? യഹോവയുടെ ന്യായപ്രമാണം 19:7-8 യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അത് എത്രമാത്രം അത്ഭുതകരമായ കാര്യമാണ്. എന്നാൽ മോശ എഴുതിയ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ലേവ്യ പുസ്തകം 7:38 വാക്യം വായിക്കുന്നത്, ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, കരപൂരണയാഗം, സമാധാനയാഗം എന്നിവയെ സംബന്ധിച്ചുള്ള പ്രമാണം ഇത് തന്നെ. അപ്പോൾ ഇത് രണ്ടും 2 തരത്തിലുള്ളതായ കാര്യങ്ങളെ കുറിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും. ഇനി അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതേ സഭാപ്രസംഗി പറയുമ്പോൾ 12:13 ഞാൻ വായിക്കുന്നു, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അതേ ആചാരപരമായ കൽപ്പനയെക്കുറിച്ച് പറയുന്നത്, അതേ കൊലോസ്യ ലേഖനം 2:14 ഞാൻ വായിക്കുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇപ്പോൾ വരുവാനെന്നൊരു നിഴലത്രേ ദേഹമെന്നു ക്രിസ്തുവുള്ളതാകുന്നു. അതായത് ഇതൊക്കെ എന്താണ്? വരുവാനിരുന്നൊരു നിഴലാണ്. എന്തായിരുന്നു പൊരുള്? യേശു ക്രിസ്തു ആയിരുന്നു. ആയതുകൊണ്ട് അതിൻ്റെ 2 വശം ഇതാണ്. അതുപോലെ തന്നെ എത്ര നാൾ ഈ നിയമങ്ങളൊക്കെ ഉണ്ട് എന്ന് നാം ചോദിക്കുകയാണെങ്കിൽ, അതേ 111 സങ്കീർത്തനത്തിൽ 9 വാക്യം വായിക്കുന്നത്, അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ചാണ്. എന്നാൽ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, അതായത് അതിക്രമങ്ങളൊക്കെയും നമ്മുടെ ക്ഷമിച്ച ചട്ടമായി നമ്മുടെ വിരോധവും പ്രതികൂലമായ കൈയെടുത്ത് മായിച്ച് ക്രൂശ് തറച്ചു നീക്കിക്കളഞ്ഞു എന്നും പറയുന്നു. അപ്പോൾ ഒന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച് പറയുകയാണ്, മറ്റൊന്ന് പറയുന്നത് മോശയാൽ എഴുതപ്പെട്ടതായ ആചാരപരമായ കാര്യങ്ങളെക്കുറിച്ച്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, പെസഹ എന്ന് പറയുന്നതായ ഒരു ശുശ്രൂഷ അവർക്കുണ്ടായിരുന്നു. ആ പെസഹ ആരെ കുറിക്കുന്നതായിരുന്നു? യേശുവിനെ കുറിക്കുന്നതായിരുന്നു. അതായത് യേശു എന്ന കുഞ്ഞാടിനെ കുറിക്കുന്നതാണ്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ 2:17 ഞാൻ വായിക്കുന്നത്, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച് പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്, ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ എന്ന്. അതേ പ്രിയരെ, അതേ പെസഹ കുഞ്ഞാട് നമുക്ക് എന്നേക്കുമായിട്ട് അറുക്കപ്പെട്ടു. ആയതുകൊണ്ട് ഇന്ന് ഈ ഒരു അവസരത്തിൽ നാം പെസഹ ആചരിക്കാറില്ല. എന്നാൽ ദൈവം യേശുക്രിസ്തു സ്ഥാപിച്ചതായ കമ്മ്യൂണിയൻ സർവീസ്, തിരുവഴുത്ത ശുശ്രൂഷ നാം ചെയ്യാറുണ്ട്. എന്നാൽ പാസ് ഓവർ, പെസഹ എന്ന് പറയുന്നതായ കാര്യമില്ല. നമുക്കറിയാം പെസഹ എങ്ങനെ ഉണ്ടായി എന്ന്. അതായത് ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിപ്പാനക്കവണ്ണം, ഇസ്രായേൽ ദേശം വിടുവിപ്പാനക്കവണ്ണം 10 ബാധകളെ അയച്ച ആ ബാധകളിൽ അവസാനത്തെ ബാധയായിരുന്നു, അതായത് ആ ഭവനത്തിലെ മൂത്ത പുത്രനെ, ആദ്യജാതനെ കൊല്ലുക, അല്ലെങ്കിൽ ആദ്യജാതനെ കൊന്നൊടുക്കിയതായ സംഭവം. അത് ആ മിസ്രയീം ദേശത്തുണ്ടായിരുന്ന ഫറവോൻ മുതൽ തൻ്റെ ദാസന്മാർ വരെയുള്ള എല്ലാവരുടെയും ഭവനങ്ങളിലെ ആദ്യജാതനെ കൊല്ലപ്പെട്ടു. അതിനായിട്ട് ദൈവം നിയോഗിച്ച ദൂതൻ ഓരോ ഭവനം തോറും ഇങ്ങനെ പോയി. എന്നാൽ ഇസ്രായേലിയരുടെ ഭവനങ്ങളിലൊക്കെയും എന്തുണ്ടായിരുന്നു? അവരുടെ കട്ടിള മേലും കുറുപടി മേലും അവർ ആടിനെ കൊന്ന് രക്തം തളിച്ചിരുന്നു. ആ രക്തം കാണുമ്പോൾ ആ സംഹാരദൂതൻ മാറിപ്പോകുന്നു, പാസ് ഓവർ ചെയ്യുന്നു, അവരെ വിട്ടുപോകുന്നു. അതിനെ പ്രതിദാനം ചെയ്യുന്നതായിരുന്നു ഈ പെസഹ പെരുന്നാൾ. അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പാസ് ഓവർ, ദി ഏഞ്ചൽ ഓഫ് ദ ഡെത്ത് പാസ് ഓവർ. അപ്പോൾ അതൊക്കെയും യേശുക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിച്ചത്. ഇതൊക്കെയും വരുവാനിരുന്നവയുടെ നിഴലായിരുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി അത് നിന്നുപോയി. പ്രത്യേകിച്ച് പറയുമ്പോൾ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 19:30 നാം വായിക്കുന്നു, യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു, തല ചായ്ച്ചു, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാം നിവൃത്തിയായി. യേശുക്രിസ്തു ചെയ്യേണ്ടതായ കാര്യം ചെയ്തു, അതെല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞു. അതായത് താൻ വന്നത് ഈ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിപ്പാൻ വേണ്ടിയാണ്. അതായത് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ താൻ തൻ്റെ ജീവനെ കൊടുത്തപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അതിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതായ ശുശ്രൂഷകളെല്ലാം തീർന്നു. നാം ആ യേശുക്രിസ്തുവിൻ്റെ അവസാന നാഴികയിലെ സമയത്തെക്കുറിച്ച് വായിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിൽ 51-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട്
അടിയോളം രണ്ടായി ചിന്തിപ്പോയി. എന്താണ് തിരശ്ശീല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. അതായത് സമാപന കൂടാരത്തിൽ 3 സ്ഥലമുണ്ടായിരുന്നു. പ്രാകാരമെന്നും വിശുദ്ധ സ്ഥലമെന്നും അതിവിശുദ്ധ സ്ഥലമെന്ന് പറയുന്നതായ 3 സ്ഥലങ്ങൾ ഇതുണ്ടായിരുന്നു. ആ വേർതിരിവുണ്ടായിരുന്നു. അതേ പ്രാകാരങ്ങൾ മനുഷ്യൻ വരും. പരിശുദ്ധ സ്ഥലത്ത് ഇന്ന കാര്യങ്ങളുണ്ടായിരുന്നു, അതിപരിശുദ്ധ സ്ഥലത്ത് ഇന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ വരുവാൻ തക്കവണ്ണം സമയമെടുക്കുന്നില്ല. എന്നാൽ അത് രണ്ടിനും വ്യത്യസ്തമായി ഒരു തിരശ്ശീല ഉണ്ടായിരുന്നു. അസാധാരണയായി തിരശ്ശീലയ്ക്കകത്ത് മഹാപുരോഹിതൻ മാത്രമേ വർഷത്തിൽ ഒരിക്കൽ പോവുകയുള്ളായിരുന്നു. അത് തൻ്റെ പാപങ്ങൾക്കും ഇസ്രായേൽ മക്കളുടെ പാപങ്ങൾക്കുമായി പരിഹാരമായിട്ട് പാപപരിഹാര ദിവസം താൻ അവിടെ പ്രവേശിക്കുമായിരുന്നു. അങ്ങനെ ഈ തിരശ്ശീല, അതായത് പരിശുദ്ധവും അതിപരിശുദ്ധവും തമ്മിൽ വേർപിരിക്കുന്നതായ ഈ തിരശ്ശീല, അത് യേശുക്രിസ്തു മരിച്ച സമയത്ത് അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഈ തിരശ്ശീലയെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ കട്ടിയായിട്ട് പല വിവിധ രീതിയിൽ ഉണ്ടാക്കിയതാണ്. അതങ്ങനെ സാധാരണ മനുഷ്യകരങ്ങൾ കൊണ്ട് കീറുവാൻ തക്കൊണ്ട് സാധിക്കില്ല. ദൈവത്താൽ സംഭവിച്ചതാണ്. എന്ത്? തിരശ്ശീല മേൽ തൊട്ട് അടിയോളം, അതായത് മേൽ തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി എന്നാണ് പറയുന്നത്. അതായത് പരിശുദ്ധവും അതിപരിശുദ്ധവും തമ്മിലുള്ളതായ വ്യത്യാസം അത് അവിടം കൊണ്ട് അവസാനിച്ചു. അത് യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി ഇതെല്ലാം സംഭവിച്ചു എന്ന് ഉള്ളതായ കാര്യമാണ് നാം അവിടെ മനസ്സിലാക്കുന്നത്. ആയതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം, അതായത് ദൈവത്തിൻ്റെ നിയമവും ആചാരപരമായ നിയമങ്ങളുമുണ്ട്. മനുഷ്യർക്ക് പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാകാറുണ്ട്. എന്നാൽ ഈ ആശയക്കുഴപ്പം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവായ യേശുക്രിസ്തു പറയുകയുണ്ടായി, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നു എന്നാണ്. അതായത് യേശുക്രിസ്തു നമ്മോട് പറഞ്ഞത് അത് ഈ ദൈവത്തിൻ്റെ കൽപ്പന അത് നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ. നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ അത് കാണിച്ച് മറ്റുള്ള മുൻപാകെ അത് നിറവേറ്റുവാൻ വേണ്ടിയാണ് വന്നത്. അതെന്താണ് താൻ പറഞ്ഞത്? അത് ദൈവത്തിൻ്റെ കൽപ്പനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്ത് അത് പറയുവാനൊക്കെ വേണം നമുക്ക് സാധിക്കണം. അതായത് ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. അത് ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുമ്പോൾ അത് ഞാൻ പറയുകയാണ്, അത് സാരമില്ല, കൽപ്പനയെല്ലാം മാറിപ്പോയി, യേശുക്രിസ്തു വന്നുകൂടി എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അതേ തിരുവചനത്തെ നാം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതേ പ്രിയരെ, അതേ മലയാളത്തിൽ വള്ളി എന്ന് പറയുന്നതോ പുള്ളി എന്ന് പറയുന്നതോ വളരെ നിസ്സാരമാണ്. എന്നാൽ ഈ വള്ളിയും പുള്ളിയും ഒന്ന് മാറ്റിയിട്ട് നോക്കിയാൽ അറിയാം, ഈ എൻ്റെ പേര് കുര്യൻ എന്നാണ്. ആ കുര്യൻ എന്നുള്ള വാക്ക് മാറ്റി അത് കുരനാകും. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഷയുടെ ഉപയോഗത്തിൽ മനസ്സിലാകുന്നതാണ്. ആയതുപോലെ ദൈവം കൊടുത്തതായ ദൈവത്തിൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതി എല്ലാവരും കേൾക്കെ കൊടുത്തതായ ഈ നിയമത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. കാരണം നാം മുൻപ് കൂട്ടി പഠിക്കുകയുണ്ടായി, അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ. ആയതുകൊണ്ട് അത് ഒരിക്കലും മാറിപ്പോകാൻ തക്കവണ്ണം സാധിക്കുകയില്ല. എന്താണ് ദൈവത്തിൻ്റെ കൽപ്പന? അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അത് ദൈവത്തിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. ഈ ന്യായവും നല്ലതുമായ കാര്യം മാറ്റിവെച്ചാൽ അത് ആർക്കും എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് നാം കടന്നു ചെല്ലും. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കൊല ചെയ്യുന്നത് ശരിയാണോ? അല്ല, കൽപ്പന മാറിപ്പോയെങ്കിൽ പിന്നെ ആർക്കും എന്തും ചെയ്യാമല്ലോ. അതുപോലെ വ്യഭിചാരം ചെയ്യുന്നത് ശരിയാണോ? അതുപോലെ തന്നെ മോഷ്ടിക്കുന്നത് ശരിയാണോ? ഇതൊക്കെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അങ്ങനെ ചെയ്യുന്ന വ്യക്തി അന്നേരം തന്നെ ജയിലിൽ പിടിച്ചിടും. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി നൽകിയതാണ്. അത് മാറിപ്പോയിട്ടില്ല. എന്നാൽ ഈ മാറിപ്പോയി എന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ശബത്തിനെ കുറിക്കുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക് ദൈവത്തിൻ്റെ കൽപ്പന മാറിപ്പോയി എന്ന് പറയുവാനുള്ള പ്രവണത ഉണ്ടാകുന്നത്. അതേ പ്രിയരെ, ദൈവത്തിന് നിരക്കാത്തതായ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവത്തിൻ്റെ കൽപ്പന മാറിപ്പോയിട്ടില്ല. അത് ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ കൽപ്പന വിശുദ്ധമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു.
അതുപോലെ തന്നെ ഈ കൽപ്പനയെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ ദൈവം ആത്മാവാണ്. അതുപോലെ ദൈവത്തിൻ്റെ കൽപ്പന എന്താണ്? അത് ആത്മീയമാണ്. ആയതുപോലെ ദൈവം എത്രമാത്രം പൂർണ്ണതയുള്ളവനാണോ ആയതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനയും തികവുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അതെ, ദൈവം തൻ്റെ കൽപ്പനകളെ ഒരിക്കലും കുറവാക്കി കാണിച്ചിട്ടില്ല. അതെപ്പോഴും എന്നേക്കും നിലനിൽക്കുന്നതാണ്. പിന്നീട് നാം പറയുണ്ടായി, അതായത് ദൈവം സ്നേഹമായിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ കൽപ്പന സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അത് യേശു അവരോട് പറഞ്ഞത്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ആ സ്നേഹിക്കുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പന നിവൃത്തിയാവുകയാണ് ചെയ്യുന്നത്. അതെ, ആകാശവും ഭൂമി, അതായത് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ, ഇന്ന് പലരും പറയുന്നത്, പ്രത്യേകിച്ച് സഭാധ്യക്ഷന്മാർ വരെയും പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പന മാറിപ്പോയി. അത് നാം ദൈവത്തിന് നിരക്കാത്തതായ കാര്യമാണ് പറയുന്നത്. ഒരിക്കലും അത് പറയരുത്. കാരണം ദൈവത്തിൻ്റെ കൽപ്പന നീങ്ങിപ്പോയിട്ടില്ല. അതേ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവരോട് ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച് ഒന്നൊന്നായിട്ട് പറഞ്ഞതായ സാഹചര്യങ്ങളൊക്കെയും ഉള്ളതായിട്ട് വേദപുസ്തകത്തിൽ സുവിശേഷങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയതുകൊണ്ട് അതേ, കൃപയുടെ കാലത്ത് ഞാൻ ജീവിക്കുകയാണ്, അതേ കൃപയാൽ എൻ്റെ ജീവിതം നടക്കുന്നു എന്ന് പറയുന്നത് അത് വ്യർത്ഥമാണ്. കാരണം ദൈവകൽപ്പനയും യേശുവിൻ്റെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരെയാണ് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ തക്കവണ്ണം കർത്താവ് വരുന്നത്. ആയതുകൊണ്ട് ദൈവകൽപ്പന അത് ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരനെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതെ, ആ യാക്കോബ് അപ്പോസ്തലൻ പുസ്തകം നാം വായിക്കുകയാണെങ്കിൽ എടുത്തു പറയുന്നുണ്ട്, കുല ചെയ്യുന്നവൻ, അതെ വ്യഭിചാരം ചെയ്യുന്നവൻ, അവനെ ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരെന്ന് പറയുന്നു. അത് നമുക്ക് വായിക്കാം. യാക്കോബിൻ്റെ പുസ്തകം 2:10. അതായത് ഈ പറയപ്പെട്ട കൽപ്പനകൾ ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരനാകുന്നുവെങ്കിൽ, ശബത്തിനെ നാം ലംഘിക്കുകയാണെങ്കിൽ നാം 10 കൽപ്പനയും ലംഘിക്കുകയാണ്. അത് പറയുവാൻ വേണ്ടിയാണ് കൽപ്പന മാറിപ്പോയി എന്ന് പറയുന്നത്. എന്നാൽ കുല ചെയ്യുവാനോ വ്യഭിചാരം ചെയ്യുവാനോ സാമൂഹ്യ വ്യവസ്ഥയനുസരിച്ച് നമുക്കിന്ന് സാധിക്കുകയില്ല. ആയതുകൊണ്ട് സമൂഹ നന്മയ്ക്ക് വേണ്ടി, സമൂഹ കെട്ടുറപ്പിന് വേണ്ടി നൽകിയിരിക്കുന്നതായ ഈ 10 കൽപ്പനകളെ കാത്തുപാലിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടികളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുന്ന് നൽകിയിരിക്കുന്നതായ തിരുവചനങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം. അതിനെ പാലിപ്പാൻ, അനുസരിപ്പാൻ കർത്താവ് ഞങ്ങൾ കാണിച്ചതായ വഴികളെ പിൻപറ്റുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപയ്ക്കായി വീണ്ടും ഉപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദിയോടെ സ്തോത്രം. സാലു യേശുവിൽ കൂടി താഴ്മിടുമിനുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.